ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി. കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിക്കണം വീഡിയോ ഇട്ടിട്ട് നല്ല മടിയാണ് ചിലപ്പോൾ കേട്ടോ. വീഡിയോ എടുത്താലും എഡിറ്റ് ചെയ്ത് വിടാനൊക്കെ. ഇത് നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വന്നാൽ തന്നെ താത്താൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ ചക്ക കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇലയിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഇതുപോലെ ഒരു എന്താ പറയുക ഇലപ്പോ എട അങ്ങനെ എന്താ ഒരു സംഭവം. നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനും. ചക്ക വരട്ടിയത് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഈ തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമ്മൾക്കിന്ന് വീട്ടിൽ വന്നപ്പോൾ ഇവിടെ നല്ല മത്തൻ്റെ ഇല അല്ല, പയറിൻ്റെ ഇല, ചിരങ്ങ, ചക്കക്കുരു കറി അതൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ചോറൊക്കെ എടുത്തുകൊണ്ട് ആസ്വദിച്ച് കൊലായ്മ വന്നിരുന്നിട്ട് കുറച്ചും കൂടി കഴിക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി അച്ചാറും നല്ല തളയം പൊരിച്ചതും പിന്നെ അതുപോലെ സ്രാവ് ഉണ്ടല്ലോ, ഉണക്ക സ്രാവ്, വലിയ സ്രാവ് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ പിന്നെയും ചോറ് കഴിക്കാനൊരു പൂതി. അപ്പോൾ നല്ല വേവില്ലാത്ത അരിൻ്റെ ചോറുണ്ടല്ലോ, ചൂട് ചോറ് വൈകുന്നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് പിന്നെയും ചോറ് കഴിക്കട്ടെ. അപ്പോൾ ആദ്യക്ക് പായറ്റിൻ്റെ ഇലയും ചിരങ്ങയും ചക്കക്കുരൊക്കെ കൂട്ടിയിട്ടൊന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വീട്ടിൽ വരുമ്പോൾ ആ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു രുചിയാണല്ലോ അല്ലേ. അപ്പോൾ ഇത് എന്നിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ ഇപ്പോൾ കുറച്ച് വെറ്റില കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ വെറ്റില പണി കേട്ടോ ഉപ്പാക്കൊക്കെ. അപ്പോൾ വെറ്റില കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചായക്കായിരുന്നു അവിടെ ഇരുന്നിട്ട്. അപ്പോൾ അതാ ഞങ്ങൾ നേരം വെളുത്തപ്പോൾ ഒരുപാട് പറഞ്ഞാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മുറിച്ചിങ്ങാണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കുക, നല്ല രസമല്ലേ പറഞ്ഞാങ്ങ. പിന്നെ ഇവിടെ മാങ്ങ ഉണ്ട് കേട്ടോ. മൂച്ചിൻ്റെ അവിടെ നിന്ന് മാങ്ങ കുട്ടികളൊക്കെ പെറുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് മാങ്ങ ഉണ്ട്, നല്ല പഴുത്തിങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മധുരമുണ്ട്. അപ്പോൾ 2-3 തരം മൂച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മേലൊക്കെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ അതൊക്കെ പൂണ്ടിട്ട് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അതും കഴിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, അങ്ങനെയുള്ള കുറേ പണികളാണല്ലോ കൂടുതൽ. അപ്പോൾ കുട്ടികളിങ്ങനെ മാങ്ങ കഴിക്കണുണ്ട്. പിന്നെ നമുക്കിന്ന് ഇന്നലെ വന്നിട്ട് പിന്നെ കൂടുതൽ ഇടയിലൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫോൺ കയ്യിൽ കിട്ടുമ്പോൾ മാത്രം ജസ്റ്റ് ഓരോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യക്ക് ഉപ്പും ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ആദ്യക്ക് മാങ്ങ ഒക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നല്ല രാത്രിയിലും അപ്പം ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ ചായയും കടിയൊക്കെ കുടിച്ചിരിക്കണം കേട്ടോ. ചായക്ക് പുട്ടായിരുന്നു. പുട്ടിക്ക് എന്താണ് പറയുക പാർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം ചിക്കൻ കൊടുന്നിരുന്നു. പാർട്സൊക്കെ ഉണ്ടായിരുന്നു, നല്ല മുട്ടൊക്കെ ഉള്ള നല്ല അടിപൊളി പാർട്സും നല്ല പുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മക്കളെടുത്തായിരുന്നു കേട്ടോ ഫോണൊക്കെ. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഫോൺ കിട്ടുമ്പോൾ ഒരേ വീഡിയോ എടുത്തേക്കുന്നതാണ് കേട്ടോ. കുട്ടികളൊക്കെ അവിടെ നല്ല കളിയിലിരുന്ന്. അപ്പോൾ ഇന്ന് ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ പണിയെടുത്തിട്ട് പെട്ടെന്ന് ബിരിയാണി പരിപാടിയൊക്കെ തീർത്തിട്ട് ഞങ്ങൾക്ക് പാർക്കൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ ചിക്കനൊക്കെ കഴുകിയിട്ട് കുക്കറിലൊക്കെ ഇട്ടെടുത്തിട്ടാണ്. പിന്നെ അപ്പോഴത്തിന് സവാളൊക്കെ ഓരോരുത്തർ കട്ട് ചെയ്ത് കണ്ടിതാ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ബിരിയാണി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ബിരിയാണി കഴിക്കാനാണ് രസം തന്നെ. അപ്പോൾ അവർ പറയാം ഇജുണ്ടാക്കിയിട്ടുള്ള ബിരിയാണി കഴിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം തന്നെ ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ഉള്ളിയൊക്കെ വാട്ടിക്കാണ്ട് തക്കാളിയൊക്കെ ഇട്ട് എല്ലാ കൂട്ട് ബിരിയാണി തന്നെയായിട്ട് ഉണ്ടാക്കണം. നല്ല അടിപൊളി രുചി ചെയ്യുന്നുണ്ട് ബിരിയാണി, നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാതും ഉള്ളി എന്താ പറയുക എല്ലാതും ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുത്തിക്കണം കേട്ടോ. പിന്നെ എല്ലാതും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ വരെ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ വേവുള്ള ചിക്കനാണ്, അത് കുക്കറിലിട്ട് അടിച്ചിക്കാണ്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയാണ് ഉണ്ടാക്കുന്നത്. സംഭവം സൂപ്പറായിരുന്നു. ഇപ്പോൾ ചോറ് സെപ്പറേറ്റും അതുപോലെ മസാല സെപ്പറേറ്റും ആയിട്ടുള്ള ബിരിയാണി ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനത്തെ ഈ കൂട്ട് ബിരിയാണി എന്ന് അറിയില്ല, പലവരും പല ഇതിലാണ് പറയല. പിന്നെ ചിലർ മസാല ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വാഴ വെച്ചിട്ട് ചോറിട്ട് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെയായിട്ട് ഉണ്ടാക്കൽ. അപ്പോൾ പകുതി ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ മുകൾക്ക് ലീഫ് ഉണ്ടല്ലോ, മറ്റേ ബിരിയാണിയൊക്കെ വെക്കുമ്പോഴത്തന്നെ അത് നല്ലൊരു മണമാണ് കേട്ടോ അതിട്ട ബിരിയാണിക്കൊക്കെ. അതും കുറച്ച് ഗരം മസാലേൻ്റെ പൊടിയും അതുപോലെ മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ചോറൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകൾക്ക് കുറച്ച് ഡാൽഡ ഞങ്ങൾ ഒഴിച്ചിട്ടില്ല, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. കാരണം ഡാൽഡ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡാൽഡ എല്ലാം നമ്മൾ ആർക്കേജില്ല, അത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴക്കം ഉണ്ടാവും തന്നെ കേട്ടോ. ആരും മഴ വേണ്ട തന്നെ കേട്ടോ. അതിലേക്കുള്ള സലാഡും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ ആയി റെഡി ആയതിൻ്റെ ശേഷം എല്ലാവരും തിരുമ്പലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ്
ഉണ്ടാക്കിയത്. അപ്പോൾ നേരം വൈകിട്ടാണെങ്കിലും എല്ലാവരും കൂടി ഉണ്ട് റെഡിയാക്കുമ്പോൾ എളുപ്പമാവുമല്ലോ. അങ്ങനെ എളുപ്പം റെഡിയാക്കി ഞങ്ങൾ ചോറൊക്കെ തിന്ന് ഉച്ചയ്ക്ക് ശേഷം പാർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഫുള്ളായിട്ട് അവർ കളിയും എല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല രസമാണല്ലേ. അപ്പോൾ ഇനി ചോറൊക്കെ കഴിച്ചിട്ടാണ് പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സന്തോഷത്തിലിരിക്കുക. ടേബിൾ മുക്കും ചോറ് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി അവിടെ കുട്ടിയേക്കും ഞങ്ങൾക്കൊക്കെ അവിടെ താഴത്തിരിക്കാമെന്ന് വിചാരിച്ചിട്ടോ നിലത്ത്. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ അതിനെല്ലാ കുട്ടികളും എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ടേബിൾ മുക്കുള്ളൂ കേട്ടോ. അപ്പോൾ തണ്ണിമത്തനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. പിന്നെ രണ്ടിലെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തുടച്ചിട്ടുള്ള സ്ഥലമല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ട് ഇരുത്താമെന്ന് വിചാരിച്ച്. പിന്നെ പായൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇനി വൃത്തിയാക്കണം. പിന്നെ ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ തുടച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേപ്പറൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കാമെന്ന് കരുതി. മറ്റെല്ലാവരും കൂടി ടേബിൾ മേലെ ഇരുന്നിട്ടാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ നല്ല സൂപ്പറായിരുന്നു. പിന്നെ സലാഡും അച്ചാറൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതാ തണ്ണിമത്തനും അപ്പോഴത്തേക്ക് പിടിച്ച് നിർത്തുകൊണ്ട് പിന്നെ കട്ട് ചെയ്ത് കണ്ട് അവർക്കും വെച്ചെടുത്ത് ടേബിൾ മുക്കും ഞങ്ങൾക്കൊക്കെ വെച്ചിട്ടോ. പിന്നെ എല്ലാവരും ചോറുന്നേലൊക്കെ കഴിഞ്ഞതിന് ശേഷം അതും എല്ലാവരും കൂടി കഴിച്ച് ഷാറായി. പിന്നെ എല്ലാവരും മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പാർക്കൊക്കെ പോകാൻ നിൽക്കുന്നുട്ടോ. അപ്പോൾ ഞങ്ങളൊരു 3 മണിയാകുമ്പോഴത്തേന് തന്നെ പോകാമെന്ന് വിചാരിച്ചിരുന്നാലല്ലേ പിന്നെ മഗ്‌രിബാകുമ്പോഴത്തേനും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. പിന്നെ പെട്ടെന്ന് മഗ്‌രിബൊക്കെ ആവില്ലേ. അപ്പോൾ എല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള കുറ്റിപ്പുറം പാർക്കൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പം ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ. അത് ഞങ്ങൾ പാർക്കിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് ഇനി ഉള്ളിലേക്ക് കയറുകയെന്നാണ്. പിന്നെ ഏത് പാർക്കൊക്കെയാണെങ്കിലും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഊഞ്ഞാലാടാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അവർക്കും ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ ഇതുപോലെ വരുന്നത്. മാറും പോലെ ജന്നാത്തിലെ ബാബിൻ പടിയിലാലേ അലിവാർന്നൊരു വാക്ക് പറഞ്ഞ് എരിവുള്ളൊരു നോട്ടമെറിഞ്ഞ് അനുരാഗപ്പെരുമഴയാലെ നനഞ്ഞേ കനിയെ കനിയെ മുല്ലപ്പൂവിൻ ചിരിയെല്ലാരും തന്നെ പതിയെ പതിയെ ഒഴുകിപ്പോകും പോലല്ലേ മനമേ മനമേ ലൈലിന്നാഴം പോലാ നാണക്കുഴിയെ കണ്ടേ കണ്ടേ കൽബിൽ അറബന മുട്ടായേ ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൻ കല്ലാ നിന്നെ ജാബിൽ തുന്നിയതാരേ ഹിലാലിൻ്റെ മാനത്ത വൈരക്കല്ലിൻ മുത്താലെൻ്റെ കിനാവ് കിലോ ലീലാൻ്റെ നിലാവതിനാലെ മജ്നൂനായി മാറും പോലെ ജന്നാത്തിലെ ബാബിൻ പടിയിലാലേ അലിവാർന്നൊരു വാക്ക് പറഞ്ഞ് എരിവുള്ളൊരു നോട്ടമെറിഞ്ഞ് അനുരാഗപ്പെരുമഴയാലെ നനഞ്ഞേ കനിയെ കനിയെ മുല്ലപ്പൂവിൻ ചിരിയെല്ലാരും തന്നെ പതിയെ പതിയെ ഒഴുകിപ്പോകും പോലല്ലേ മനമേ മനമേ ലൈലിന്നാഴം പോലാ നാണക്കുഴിയെ കണ്ടേ കണ്ടേ കൽബിൽ അറബന മുട്ടായേ ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൻ കല്ലാ നിന്നെ ജാബിൽ തുന്നിയതാരേ ഹിലാലിൻ്റെ മാനത്ത വൈരക്കല്ലിൻ മുത്താലെൻ്റെ കിനാവ് കിലോ ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൽ കല്ലാ നിന്നെ ഹിജാബില് തുന്നിയതാരേ ഹിലാലിൻ്റെ മാനത്ത വൈരക്കല്ല് മുത്താലെൻ്റെ കിനാവ് കിലോ കിയ ഹാലേ കനിയെ കനിയെ മുല്ലപ്പൂവിൻ ചിരിയെല്ലാരും തന്നെ പതിയെ പതിയെ ഒഴുകിപ്പോകും പോലല്ലേ മനമേ മനമേ ലീലിന്നാഴം പോലാ നാണക്കുഴിയെ കണ്ടേ കണ്ടേ കൽബിൽ അറബന മുട്ടായേ ഇൻസാനി
കല്ലിൻ മുത്താലെൻ്റെ കിനാവ് കിലൂക്കിയ ഹാലേ ലീലാൻ്റെ നിലാവതിനാലെ മജ്നൂനായി മാറും പോലെ ജന്നാത്തിലെ ബാബിൻ പടിയിലാലേ അലിവാർന്നൊരു വാക്ക് പറഞ്ഞ് എരിവുള്ളൊരു നോട്ടമെറിഞ്ഞ് അനുരാഗ പെരുമഴയാലെ നനഞ്ഞേ കനിയെ കനിയെ മുല്ലപ്പൂവിഞ്ചിരിയെല്ലാരും തന്നെ പതിയെ പതിയെ ഒഴുകിപ്പോകും പോലല്ലേ മനമേ മനമേ ലൈലിന്നാഴം പോലാ നാണക്കുഴിയെ കണ്ടേ കണ്ടേ കൽബിൽ അറബന മുട്ടായേ. പിന്നെ ഫോണിൽ ചാർജൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരട്ടെ ചെയ്ത് മരിഭാഗം കൊടുത്തതിൻ്റെ ശേഷമാണ് പോ നിൽക്കുന്നത്. ഒരുപാട് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് എത്തിയപ്പോത്തിന് 8 മണി കഴിക്കണം കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ എല്ലാം സന്തോഷിച്ച് എല്ലാവരും കൂടിയിട്ട് കുട്ടികൾക്ക് നല്ല കളിയായിരുന്നു കേട്ടോ. ഒറ്റയ്ക്ക് പോയാൽ എത്ര സന്തോഷം ഉണ്ടാവില്ല അവർക്ക്. എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മളെ വീട് ഇത്രയുള്ളൂ. ഇൻഷാ അല്ലാഹ്.